दोस्तों, വെൽക്കം ബാക്ക് ടു ഹിന്ദി യൂണി. ദിസ് ഇസ് നെസ്ല. നമുക്കിന്ന് പുതിയൊരാളെ പരിചയപ്പെടാം. മീറ്റ് അവർ ഹിന്ദി ട്രെയിനർ. ഐ എം ജുൽക്ക. അപ്പം നമുക്ക് ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോൾ ഹിന്ദി ഭാഷ സംസാരിക്കുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്. അതെന്താണെന്ന് നോക്കിയാലോ? നമ്മൾ ഹിന്ദി ഭാഷ കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴും കേൾക്കാറുള്ള ഒരു സംഭവമാണല്ലേ കോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമുക്ക് കോ എന്നതിനെ പറ്റിയിട്ട് ഒരുപാടായിട്ടൊന്ന് അറിയാം. അതായത് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട് ഉസ്കോ, പാപ്പാക്കോ, രാധാക്കോ, അനൂപ്കോ, വിനുക്കോ എന്നൊക്കെ കേൾക്കാറില്ലേ? ഇതിന് മലയാളത്തിൽ എന്തൊക്കെയാണ് അർത്ഥം വരുന്നത് എന്നൊന്ന് നോക്കാം. ക്, ന്, യേ, നെ, ളെ എന്നീ 5 അർത്ഥങ്ങളാണ് കോ എന്ന ഒരൊറ്റ വേർഡിന് മലയാളത്തിലേക്ക് വരുമ്പോൾ ഉള്ളത്. അതായത് നമ്മൾ രാഹുലിന്, രാധയ്ക്ക്, അല്ലെങ്കിൽ രാധയെ, രാഹുലിനെ, അല്ലെങ്കിൽ അവളെ, അവനെ എന്നൊക്കെ പറയില്ലേ? അപ്പൊ നമ്മൾ അവിടെ കോ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്കിതിന് കുറച്ച് ഉദാഹരണങ്ങൾ പഠിക്കാം. ഉദാഹരണങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇത് പെട്ടെന്ന് തന്നെ മനസ്സിലായിരിക്കുന്നതായിരിക്കും. അപ്പൊ ഒന്നാമത്തെ ഉദാഹരണം, രാധയ്ക്ക് പനിയാണ്. രാധാക്കോ ബുഖാർ ഹേ. ബുഖാർ എന്ന് പറഞ്ഞാൽ പനി എന്നാണ് കേട്ടോ അർത്ഥം. അപ്പൊ രാധാക്കോ ബുഖാർ ഹേ. അതായത് രാധയ്ക്ക് എന്ന് ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹിന്ദിയിലേക്ക് വരുമ്പോൾ രാധ എന്നതിന് ശേഷം, നാമത്തിന് ശേഷം നമ്മൾ കോ എന്നൊരു വേർഡ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കിനി അടുത്തൊരു ഉദാഹരണം നോക്കാം. അമ്മയ്ക്ക് ഓഫീസിൽ പോകണം. മാക്കോ ഓഫീസ് ജാനാ ഹേ. മാക്കോ ഓഫീസ് ജാനാ ഹേ. അപ്പൊ ഇനി നമുക്ക് ഈ ക്ക് എന്നതിനുള്ള ഉദാഹരണം കഴിഞ്ഞു. ഇനി നമുക്ക് ന് എന്നതിന് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് ഒരു പുരുഷന്റെ പേരൊക്കെ വരുമ്പോൾ അനൂപിന്, വിനുവിന്, വിനീതിന് എന്നൊക്കെ പറയില്ലേ? അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഓക്കെ, അപ്പോ അനൂപിന് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയും? അനുക്കോ ആജ് ഡ്യൂട്ടി ഹേ. അച്ഛന് ഇന്ന് മീറ്റിംഗ് ഉണ്ട്. പാപ്പാക്കോ ആജ് മീറ്റിംഗ് ഹേ, അല്ലെങ്കിൽ ബെഠക് ഹേ എന്നും പറയൂ കേട്ടോ. മീറ്റിങ്ങിന് നമ്മൾ ഹിന്ദിയിൽ ബെഠക് എന്നുള്ള വേർഡാണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് പലപ്പോഴും കമന്റ്സിലൊക്കെ കാണാറുള്ളതാണ്. മീറ്റിംഗ് എന്ന് പറയുമ്പോൾ മീറ്റിംഗിന് എന്താണ് ഹിന്ദി എന്ന് എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് അടുത്തൊരു ഉദാഹരണത്തിലേക്ക് പോകാം. ജോണിന് ഇന്ന് സ്കൂളില്ല. ജോൺ കോ ആജ് സ്കൂൾ നെഹി ഹേ. അപ്പൊ നിങ്ങൾക്ക് ന് എന്ന് വെച്ചിട്ടുള്ള ഉദാഹരണങ്ങളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത, അതായത് കോ എന്ന വേർഡിന്റെ തന്നെ അടുത്തൊരു അർത്ഥമായ യേ എന്നതിന്റെ മീനിങ്സ് ഒന്ന് നോക്കാം. അപ്പൊ നമുക്ക് ഇനി സീതയെ, രാധയെ, അമ്മയെ എന്നൊക്കെ പറയില്ലേ? ഇത് വെച്ചിട്ടുള്ള കുറച്ച് ഉദാഹരണങ്ങൾ ഒന്ന് നോക്കാം. അമ്മയെ വിളിക്കൂ. മാക്കോ ബുലാവോ. സിമ്പിൾ ആണ്, മാക്കോ ബുലാവോ. രാധയെ നോക്കൂ. രാധാക്കോ ദേഖോ. ചേച്ചിയെ കണ്ടോ. ദീദിക്കോ ദേഖാ ക്യാ. അപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ഇതിന്റെ യൂസേജും ഉദാഹരണങ്ങളും പെട്ടെന്ന് തന്നെ മനസ്സിലായിട്ടില്ലേ? അപ്പൊ നമുക്കിനി അടുത്തതിലേക്ക് നോക്കാം. അതായത് ഒരു പുരുഷന്റെ പേര് വരുമ്പോൾ ഇതെങ്ങനെയായിരിക്കും പറയാ? ഇപ്പൊ നമ്മള് അനൂപിയെ എന്ന് പറയില്ലല്ലോ, അനൂപിനെ എന്നല്ലേ പറയാ, വിനീതിനെ. ഇതിന് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. ഒന്നാമത്തെ ഉദാഹരണം, ഡോക്ടറിനെ വിളിക്കൂ. ഡോക്ടർക്കോ ബുലാവോ. സിമ്പിൾ ആണ്, ഡോക്ടർക്കോ ബുലാവോ. ഇനി പോലീസിനെ വിവരമറിയിക്കൂ. പോലീസ് കോ ഖബർ ദോ. അതായത് ഇവിടെ ഇൻഫോം ചെയ്യുക എന്നുള്ളതിൻ്റെതാണ് ഖബർ ദോ എന്ന് പറഞ്ഞാല്. ഖബർ എന്നാൽ ഇൻഫോർമേഷൻ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത അർത്ഥത്തിലേക്ക് പോകാം. അതായത് കോ എന്ന വേർഡിന്റെ തന്നെ അടുത്തൊരർത്ഥമായിട്ടുള്ള ളെ എന്നതിലേക്ക് നമുക്ക് പോകാം. അപ്പൊ ഇനി അടുത്ത അർത്ഥം വരുന്നത് ളെ എന്നാണല്ലോ. അതായത് കുട്ടികളെ, മക്കളെ, അതിഥികളെ, പിന്നെ അവളെ എന്നൊക്കെ പറയാൻ. ഉദാഹരണത്തിന് ഹിന്ദിയിലേക്ക് വരുമ്പോൾ ഉസ്കോ, മെഹ്മാനോക്കോ, ഛാത്രോക്കോ, ബച്ചോക്കോ എന്നിങ്ങനെ വരും. നമുക്ക് ഫസ്റ്റ് ഉദാഹരണത്തിലേക്ക് പോകാം. കുട്ടികളെ പുറത്ത് കൊണ്ടുപോകൂ. ബച്ചോക്കോ ബാഹർ ലേക്കെ ജാവോ. ബച്ചോക്കോ ബാഹർ ലേക്കെ ജാവോ. ഇനി അടുത്ത ഉദാഹരണം, കുട്ടികളെ പഠിപ്പിക്കൂ. ബച്ചോക്കോ പഠാവോ. ബച്ചോക്കോ പഠാവോ. അതിഥികളെ അകത്തേക്ക് വിളിക്കൂ. മെഹ്മാനോക്കോ അന്തർ ബുലാവോ. അപ്പൊ നിങ്ങൾക്ക് ഈ ളെ എന്നുള്ളതിന്റെ ഒരു മീനിങ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ ക്ലാസ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് അല്ലെ? എല്ലാം നമ്മൾ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരുപാട് ഉദാഹരണങ്ങളും പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.